പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പേജ് നമ്പർ 103 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെ ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണോ ഉത്തരം ചെക്ക് ചെയ്യാം, ബാക്കിയുള്ളവർ ശ്രദ്ധിക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, a rectangular board is to be cut along the diagonals and pieces rearranged form an equilateral triangle shown as below. പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിൽ ഒരു ബോർഡ്, ഈ ടൈപ്പിലുള്ള ഒരു ബോർഡിനെ ഡയഗണലിനെ കൂടി കട്ട് ചെയ്തു. ഈ റെക്റ്റാങ്കിളിനെ ഡയഗണലിൽ കൂടി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് 2 ട്രയാങ്കിൾ കിട്ടും. ഈ 2 ട്രയാങ്കിൾ ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് എന്തുണ്ടാക്കി, ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. The sides of the triangle must be 50 centimeters. What should be the length and breadth of the rectangle? അപ്പോൾ ഇങ്ങനത്തെ റെക്റ്റാങ്കിളിനെ ഡയഗണലിൽ കൂടി കട്ട് ചെയ്തിട്ട് ഈ 2 പീസും ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ഒരു ഷേപ്പായത്. ഈ ഷേപ്പിന്റെ ഓരോ സൈഡും ഇക്വലേറ്റർ ട്രയാങ്കിൾ, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം. ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും ഈക്വലും ആയിരിക്കും. ഓരോന്നും എത്രയായിരിക്കണം, 50 സെന്റിമീറ്റർ ആയിരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കട്ട് ചെയ്ത് വെച്ച ഈ ഭാഗമായി ഈ ഒരു പീസ് ഇങ്ങോട്ട് മാറ്റി വെച്ച് ഈ ഒരു പീസ് തിരിച്ചിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. ഈ ലെങ്ത് ആണ് എത്ര എന്ന് വരേണ്ടത്, 50. അപ്പൊ ഇത് 50 ആകുമ്പോൾ ഇതും എന്തായിരിക്കണം 50, ഇതും എന്തായിരിക്കും 50. അപ്പോൾ ഈ ലെങ്ത് 50 എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിന്റെ എന്താണ്, ഡയഗണലാണ്. ഈ ലെങ്ത് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ സൈഡ് എന്തായിരിക്കും, ഈ സൈഡിന്റെ ലെങ്ത് 50 ആയിരിക്കും. പിന്നെ ഇതെന്താന്ന് പറയുന്നുണ്ട്, ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ഇത് 60 ആയിരിക്കും, ഇതും 60 ആയിരിക്കും, ഇത് മൊത്തം എന്തായിരിക്കും 60 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു പീസ് ആയതുകൊണ്ട് ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്തായിരിക്കും 30 ആയിരിക്കും. ഈ ആംഗിൾ 30 ആയിരിക്കുമ്പം ഈ ആംഗിൾ എന്തായിരിക്കും 30 ആയിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ റെക്റ്റാങ്കിളിന്റെ സൈഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റെക്റ്റാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതും ഇതും എ ബിയും കാണണം, ബി സിയും കാണണം. അപ്പൊ എ ബിയും ബി സിയും കാണാന് ഇവിടെ നോക്ക്, ഇത് 30 ആണ്. ഈ ആംഗിൾ ഇവിടെ ഉള്ളത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഇത് 90. ഈ ആംഗിളാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ ട്രയാങ്കിൾ കിട്ടി, റൈറ്റ് ട്രയാങ്കിൾ കിട്ടി വിത്ത് ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇതിന്റെ ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും. ഈ സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും. ഈ ഹൈപ്പോട്ന്യൂസ് എത്രയാന്ന് പറയുന്നുണ്ട്, 50 ആണ്. ഇനി നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇത് 50 ആകുമ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയി വരുന്ന സൈഡായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1:√3:2 എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസിന്റെ ഹാഫ് ആയിരിക്കും. ഇത് എത്രയാണോ വരുന്നത് ഇതിന്റെ √3 ടൈംസ് ആയിരിക്കും. അത് ഓർമ്മിച്ച ആൻസർ ആയി. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് ആയിരിക്കും, ഇതിന്റെ സൈഡ് മറ്റൊരു സൈഡ് ആയിരിക്കും. ഇത് ലെങ്ത് ആയിരിക്കും, ഇത് ബ്രെഡ്ത്ത് ആയിരിക്കും. അല്ലെങ്കിൽ ബ്രെഡ്ത്തും ലെങ്ത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമില്ല. അപ്പൊ ഇത് 30ക്ക് ഓപ്പോസിറ്റ് ആയി വരുന്ന സൈഡ് ഇത് എത്രയാ 50ന്റെ ഹാഫ് 25. ഇത് 25 ആകുമ്പോൾ ഇതെന്തായിരിക്കും 25 × √3. അതാണ് നോട്ടിൽ ഒന്നാമത് ചെയ്തത്. ആ പിക്ചറിൽ എ ബി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ഇതായിരിക്കും എ ബി. അപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ 50ന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ എ ബി ഈസ് ഈക്വൽ ടു 50/2. 50/2 റീസൺ എന്നാണെങ്കിൽ 1:√3:2. 50/2 എന്ന് പറഞ്ഞാൽ 25. ഇനി എ ബിന്റെ ലെങ്ത് എത്രയാന്ന് കിട്ടി, 25 എന്ന് കിട്ടി. ഇനി ഇതാണ് ബി സി എന്ന് പറഞ്ഞാൽ ഇതിന്റെ √3 ടൈംസ്. അപ്പോൾ ബി സി ഈസ് ഈക്വൽ ടു 25 × √3. 25 × √3 25 √3. ആടെ റീസൺ എന്നാ 1:√3:2. അപ്പോൾ ലെങ്ത് എത്രയാന്ന് കിട്ടി 25 √3, ബ്രെഡ്ത്ത് 25. അപ്പോൾ 2 ലെങ്ത് മെഷേഴ്സ് കിട്ടിയാൽ വലുത് ലെങ്ത് ആയിരിക്കും, ചെറുത് ബ്രെഡ്ത്ത് ആയിരിക്കും. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വേറെ ക്വസ്റ്റ്യൻ ആണ്. 2 rectangles are cut along the diagonal. The triangles go to join to make another rectangle to make a regular hexagon shown below. എന്ന് പറഞ്ഞാല് 2 റെക്ടാങ്കിൾ ഇങ്ങനത്തെ എടുത്തു.
അതിങ്ങനെ കട്ട് ചെയ്തു. പിന്നെ ഒരു റെക്റ്റാങ്കിൾ എടുത്തു. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഇവിടത്തെ ഉണ്ടാവും 2 പീസ് ഉണ്ടാവും, ഇവിടെ 2 പീസ് ഉണ്ടാവും. അപ്പൊ 4 പീസ്. ആ 4 പീസ് ഒന്ന് ഇവിടെയും വെച്ച് ഒന്ന് ഇവിടെയും വെച്ച് 2ആയി. ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. അപ്പോൾ ഇവിടെയും ഒരു റെക്റ്റാങ്കിളിന്റെ ഒരു പീസ് വെക്കുന്നു, ഇവിടെയും വെക്കുന്നു. ഇവിടെയും മൂന്നാമത്തെ പീസും 4ാമത്തെ പീസും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ആണിത്. ഈ റെക്റ്റാങ്കിളിന്റെ ഒരു പീസായത്, മറ്റൊരു പീസാണിത്, ഇതിന്റെ ഒരു പീസാണിത്, ഇതിന്റെ ഒരു പീസായത്. ഇതൊക്കെ ചേർത്ത് വെച്ചാൽ എന്ത് കിട്ടും? ഒരു റെഗുലർ ഹെക്സഗൺ. അപ്പോൾ റെഗുലർ ഹെക്സഗൺ ആണെന്ന് ആദ്യം അറിയണം. എന്തായിരിക്കും? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇതിന്റെ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി കണ്ടുപിടിക്കേണ്ടുന്ന ഇഫ് ദ സൈഡ്സ് ഓഫ് ദ ഹെക്സഗൺ ആർ ടു ബി 30 സെന്റിമീറ്റർ. അപ്പോൾ ഇതിന്റെ സൈഡ് എല്ലാം എന്തായിരിക്കും? റെഗുലർ ആയതുകൊണ്ട് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡ് എന്തായിരിക്കും? 30. ഇത് 30 ആയിരിക്കും. എല്ലാ സൈഡും എന്തായിരിക്കും? 30 ആയിരിക്കും. എല്ലാം 30. വാട്ട് വുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾസ്? അപ്പോൾ ഈ റെക്ടാങ്കിളിന്റെയും ലെങ്ത് എത്രയാണെന്നാ ചോദ്യം. ഇത് രണ്ടും സെയിമാണ്. അപ്പൊ ഇതിന്റെ ഒരു ഈ ലെങ്ത്തും അറിയണം. അതിനായിരിക്കും കൂടി ഉണ്ടാവുക. ഇതിന്റെ ഒരു ലെങ്ത്തും ഇതിന്റെ ലെങ്ത്തും കിട്ടണം. അപ്പോ ഇവിടെ ഒന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഇത് എത്രയാന്ന് പറയുന്നുണ്ട്? 30. അപ്പൊ ഈ സൈഡ് എന്തായിരിക്കും? 30. അത് കിട്ടി. ആ റെക്ടാങ്കിൾ ഒന്ന് കിട്ടി. ഇനി ഇവിടെ ഇത് 30, ഇത് 30. ഈ 30 എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആയിരിക്കൂലേ, അല്ലെങ്കിൽ ഈ ലെങ്ത് ആയിരിക്കൂലേ? അപ്പോൾ ഈ എ ബി അതേ പിക്ചറിന്റെ പേര് ഇവിടെ കൊടുത്തു. അപ്പോൾ ഈ എ ബി 30 ആയതുകൊണ്ട് ഇവിടെ എ ബി എന്തായിരിക്കും? 30 ആയിരിക്കും. ആണല്ലോ. ഇനി ഇത് റെഗുലർ ഹെക്സഗൺ ആകുമ്പോൾ ഈ ആംഗിൾസ് 120 അല്ലെ? ഓരോ ആംഗിൾ എന്തായിരിക്കും? 120 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്ര ഉണ്ടാവും? 120. ടോട്ടൽ 120. അപ്പോ ഇത് രണ്ട് ഐസോസിൽസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നതുകൊണ്ട് ഈ ആംഗിൾ എന്തായിരിക്കും? 60 ആയിരിക്കും. ഇതുകൊണ്ട് ടോട്ടൽ 120 ആണ്, ഇത് 60, ഇത് 90 ആയിരിക്കും. ഈ ഒരു പീസ് ഇവിടെ വരുന്ന പീസാണ്. അപ്പോൾ ഇത് 90. അപ്പൊ ഇത് 60യും ഇത് 90യും ആണെങ്കിൽ ഇതെന്തായിരിക്കും? 30. അപ്പൊ ഇത് 60, ഇത് 30. അപ്പൊ നേരത്തെ പഠിച്ച പോലെ തന്നെ കിട്ടി. ഇതിന്റെ ഒരു ഭാഗമാണ് ഇത്. അതാണ് ഞാനിവിടെ നോട്ട്സിൽ വരച്ചത്. ഇതാണ് ഇത്. അപ്പൊ ഇതില് ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിള് 30 ആയിരിക്കും, ഈ ആംഗിള് 60 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്തും കണ്ടുപിടിക്കണം. ഇതിന്റെ ലെങ്ത് എത്രയാണെന്നും കിട്ടി. ഈ ലെങ്ത് അല്ലേ നമ്മൾ ഹെക്സഗണിന്റെ സൈഡായിട്ട് വരുന്നത്. അപ്പൊ ഈ 30, ഇത് 30 ആകുമ്പോൾ ഇത് ബി സി എന്തായിരിക്കും? ബി സി സൈഡ്സ് ഓഫ് ദ സ്മോൾ റെക്ടാങ്കിൾ, ഇതിന്റെ സൈഡ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇൻ ട്രയാങ്കിൾ എ ബി സി സി ബി എ എന്താണ് നമുക്ക് ചോദ്യത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാം. ഇത് 60 ആണ്. പിന്നെയോ അങ്ങനെ 60 കിട്ടിയത് 120ന്റെ ഹാഫ്. സി എ ബി എന്നേരം എന്തായിരിക്കും? 30 ആയിരിക്കും. ഹിയർ എ ബി ഈസ് ഈക്വൽ ടു 30. ഇത് 30 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ആംഗിൾ 30 ഈസ് ഹാഫ് ഓഫ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോ ഇത് 30 ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് 30/2. 1:√3:2. 30/2 ഈസ് ഈക്വൽ ടു 15. അപ്പൊ ഇതെന്തായിരിക്കും? 15 ആയിരിക്കും. അപ്പൊ ഇത് 15 കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ എന്തായിരിക്കും? √3 ടൈംസ് ആയിരിക്കും. അപ്പോ എ സി ഈസ് ഈക്വൽ ടു 15 × √3. ആദ്യ റീസൺ 1:√3:2. 15 × √3, 15√3. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാന്ന് കിട്ടി? 15√3 ആന്ന് കിട്ടി. ബ്രെഡ്ത്ത് എത്രയാന്ന് കിട്ടി? 50. അപ്പൊ ലെങ്ത് ഈസ് ഈക്വൽ ടു 15√3, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 15. ഇനി സൈഡ്സ് ഓഫ് ദ ലാർജ് റെക്ടാങ്കിൾ. അപ്പൊ ലാർജ് റെക്ടാങ്കിളിന്റെ സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേഗം കണ്ടുപിടിക്കാം. ഇത് എത്രയാന്ന് കിട്ടി? 30 എന്ന് കിട്ടി. ഇനി ഈ ലെങ്ത് കൂടിയും കിട്ടണം. ഈ ലെങ്ത് എത്രയാന്ന് കിട്ടി? ഇപ്പൊ 15√3 ആന്ന് കിട്ടി. ഇത് 15√3 ആണെങ്കിൽ ഈ ലെങ്ത് തന്നെയായിരിക്കും 15√3. എന്തുകൊണ്ടാ? ഇതിന്റെ ഒരു പീസാണ് ഇവിടെ വെക്കുന്നത്. അപ്പൊ ഇതും 15√3, ഇതും 15√3. അപ്പോ 15√3 പ്ലസ് 15√3 ആയിരിക്കും ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 13√3. അതവിടെ എഴുതിയത് ഇതാ ഈ റെക്ടാങ്കിൾ. ഇത് എത്രയാണ്? 15√3. അപ്പം ഇതും 15√3. എ ഡി ഇതാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. എ ഡി ഈസ് ഈക്വൽ ടു എ സി പ്ലസ് ഇ ഡി. എ സി എത്രയാണ്? 15√3, ഇതും 15√3. അപ്പോ 30√3 ഇസ് ദ ലെങ്ത് ഓഫ് ദിസ് റെക്ടാങ്കിൾ. ഓക്കെ. അതിന് എ ഇ
എ ഈസ് ഈക്വൽ ടു നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം റെഗുലർ എക്സ് ആയതുകൊണ്ട് 30 30 30. അപ്പൊ ലെങ്ത്തും കിട്ടി ബ്രെഡ്ത്തും കിട്ടി. ഇതിന്റെ ആൻസർ. ഇനി ഈ പിന്നെ ഭാഗത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ എന്ത് കാണാനാണ് പറഞ്ഞത്? ഏരിയ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ. ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കാണുന്നത്. അപ്പൊ ഇതെങ്ങനെയാ കാണാൻ നോക്കും. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണെന്നറിയാം? ഹാഫ് ബി എച്ച് ആണെന്നറിയാം. ഏതായിരിക്കും ബി? ഇതായിരിക്കും ബി, ഇതായിരിക്കും എച്ച്. അപ്പോ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ 4 ആണ് തന്നിട്ടുണ്ട്. ഇതായിരിക്കും എച്ച്. ഈ സൈഡിലേക്കുള്ള ലെങ്ത്, ഒരു സൈഡും ആ സൈഡിലേക്കുള്ള ലെങ്ത്തും തന്നാലാണ് ഏരിയ ഹാഫ് ബി എച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 4, ഇത് എച്ച്. അപ്പൊ 4 കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് കാണണം? ഈ എച്ച് കണ്ടുപിടിക്കണം. എച്ച് തന്നിട്ടില്ല. അതെങ്ങനെ കാണാൻ നോക്കാം. അതിന് പകരം എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ട്രയാങ്കിളില് ഇത് 45 ആണ്, ഇതും 45 ആണ്. ഇത് എന്തായിരിക്കും? ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇത് 90 ആയിരിക്കും. ഇത് 45 ആയതുകൊണ്ട് ഇതും എന്തായിരിക്കും? 45 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ മാത്രം ADC അല്ലെ, കൺസിഡർ ദ ട്രയാങ്കിൾ ADC. ഹിയർ ആംഗിൾ A is equal to 45, ആംഗിൾ ACD is equal to 45. അപ്പോൾ ഇതെന്ത് ട്രയാങ്കിൾ ആയിരിക്കും? 1:1:45 വരുന്ന ട്രയാങ്കിൾ. അപ്പോൾ 1:1:45 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണോ വരുന്നത് അത് ഇവിടെയും വരും. അപ്പോൾ ADന്റെ ലെങ്ത് ഉണ്ടോ? ഇല്ല. ഏതിന്റെ ലെങ്തേ ഉള്ളൂ? ABന്റെ ലെങ്തേ ഉള്ളൂ. ABയുടെ ലെങ്ത് പിന്നെ 4 ആണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ലെങ്ത് ഇല്ല. അപ്പൊ ഈ ലെങ്ത് നമ്മൾ എന്തായിട്ട് എടുത്തു? ലെറ്റ് എക്സ് AD is equal to x. AD x ആകുമ്പോൾ ഇതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അതവിടെ ഇരുന്നത് ഇൻ ട്രയാങ്കിൾ ABC. ലെറ്റ് AD is equal to x, CD is equal to എന്തായിരിക്കും? എക്സ് ആയിരിക്കും. AD x ആകുമ്പോൾ CD എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അതിന്റെ റീസൺ എന്നാ? 45 എന്ന് പറഞ്ഞാല് 1:1:5 ആണ്, √2 ആണ്. അപ്പൊ ഇത് എക്സ് ആകുമ്പോൾ ഇത് എക്സ്. അത് കിട്ടി. ഇനി ഇത് ടോട്ടൽ ലെങ്ത് 4 ആണ്, ഇത് എക്സ്. അങ്ങനെയാണ് ഈ ലെങ്ത് എത്ര ഉണ്ടാവുക? 4 - x. ടോട്ടൽ 4, ഇത് എക്സ് ആണെങ്കിൽ 4 എന്ന് എക്സ് കൊടുക്കുക. അപ്പോ BD is equal to 4 - x. ഇനി ഈ ട്രയാങ്കിൾ നോക്കാം. ഈ ട്രയാങ്കിൾ ഇവിടെ 60 ആണ്. ഈ 60 ആകുമ്പോൾ ഇത് എന്തായിരിക്കും? ഇവിടെ 30 ആയിരിക്കും. അപ്പൊ നേരത്തെ പഠിച്ച തന്നെ 1:1:√3 √2 1:√3:2 അതന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇത് 30 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിന്റെ ലെങ്ത്തിന്റെ √3 ടൈംസ് ആയിരിക്കും ഇത്. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് എത്രയാ? 4 - x. അങ്ങനെയാണെങ്കിൽ CD എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? 4 - x into √3. അവിടെ റീസൺ 1:√3:2. അപ്പോ 4 - x into √3 ആയിരിക്കും ഇവിടെ എന്ത് കിട്ടുന്നത്? CD. അപ്പൊ നേരത്തെ കിട്ടിയ CD എത്രയാ? എക്സാ. ഇവിടെ കിട്ടിയ CD എക്സാ. ഇവിടെ കിട്ടിയ CD എത്രയാ? 4 - √3 into x ആണ്. അപ്പൊ 4 - √3 into x നെ വേണമെങ്കിൽ നമ്മൾക്ക് എന്തായിട്ട് എഴുതാം? 4 into √3, 4√3. പിന്നെയോ ഓക്കെ, വേണ്ട ഏറ്റവും CD is equal to എന്താന്ന് കിട്ടി? 4 - √3 into x. ഇവിടെ എന്താന്ന് കിട്ടി? x ആന്ന് കിട്ടി. അപ്പൊ ഈ CDയും ഈ CDയും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഈ CDക്ക് പകരം x എന്ന് എഴുതി. ഈ CDക്ക് പകരം 4 - x into √3. നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിയണം. എന്നാലേ എന്ത് കിട്ടുള്ളൂ? ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഹൈറ്റ്. അതാണ് x. അപ്പൊ x is equal to ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. 4 into √3, 4√3. x into -x into √3 -√3x. ഇനി എക്സുകളൊക്കെ ഈ വേരിയബിൾസ് ഉള്ള ഒരു സൈഡിലേക്ക് മാറ്റി നമ്പർ ഒരു വ്യക്തി മാറ്റി. ഇപ്പോൾ വേരിയബിൾ ആയിരുന്ന ടേം ഏതാ? -√3x. -√3x ഈക്വൽ ഇപ്പുറം വരുമ്പോൾ പ്ലസ് ആവും, സൈന് മാറും. ഇത് ഇപ്പുറം വരുമ്പോൾ പ്ലസ് ആവും. നിലവിലൂടെ x ഉണ്ട്. ഇത് ഇപ്പുറം വരുമ്പോൾ +√3x. ഇതങ്ങനെ തന്നെ ഇവിടെ എക്സിലും √3x കോമൺ ഫാക്ടറാണ് x. അത് ഔട്ട് സൈഡ് എടുത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിനോട് ഡിവൈഡ് ചെയ്താൽ 1. √3x നെ x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ √3. ഇത് ശരിയാ നോക്കുക. x into 1x, x into √3x. അപ്പൊ x into 1 + √3 is equal to 4/4√3. ഈ x ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ x is equal to 4√3 ഇവിടെ എഴുതി. ഇൻറ്റു എന്നുള്ള ഇപ്പുറം വരുമ്പോൾ ബൈ ആയി. ഇപ്പം 4√3/1 + √3 ആണ് ഏതിന്റെ ലെങ്ത്? ഇതിന്റെ ഹൈറ്റ്. അപ്പോ ഇതിന്റെ സൈഡും കിട്ടി, അതിന്റെ അടുത്തുള്ള പെർപെൻഡിക്കുലറും കിട്ടി. ഏരിയ is equal to ½ BH. B എന്ന് പറഞ്ഞാല് 4. H നിന്ന് ഇപ്പം കിട്ടി 4√3/1 + √3. ഇനി ½ into
ബിക്ക് പകരം 4 ഇൻറ്റു 4√3 ബൈ 1 പ്ലസ് √3. ഈ രണ്ടിനെ സിംപ്ലിഫൈ ചെയ്യാലോ. 4ൽ 2 എത്ര ടൈംസ് ആവും? 2. അപ്പൊ 2 ഇൻറ്റു 4√3 ബൈ 1 പ്ലസ് √3. 2 ഇൻറ്റു 4√3 എന്ന് പറഞ്ഞാൽ 8√3. 8√3 ബൈ 1 പ്ലസ് √3 അതായിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ഭാഗം. അടുത്ത് നമ്മളിപ്പോൾ പഠിച്ചത് ട്രയാങ്കിൾസിന്റെ ഏതൊക്കെയാണ് പഠിച്ചത്? ആംഗിൾസ് വരുന്നത് 45ഉം 60ഉം 30ഉം. ഇത് മാത്രമല്ല ബാക്കി എല്ലാ അളവുകളും വരും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നതാണ്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ട് ഹയർ സ്റ്റഡീസിൽ മാത്സിലും ഫിസിക്സിലും ഒക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഒരുപാട് വരും. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കാം. ന്യൂ മെഷേഴ്സ് ഓഫ് ആംഗിൾസ്. അപ്പോൾ കൺസിഡർ എ റൈറ്റ് ട്രയാങ്കിൾ. ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾസ് ഞാൻ പേര് കൊടുത്തു ABC. ഈ ABC കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ആംഗിൾ. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഇത് 90 ആണ്. ഈ രണ്ട് ആംഗിളും എന്ത് ആംഗിൾ ആയിരിക്കും? അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് 90 ആണെങ്കിൽ ബാക്കി രണ്ടും എന്ത് ആംഗിളേ വരുള്ളൂ? അക്യൂട്ട് ആംഗിൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു അക്യൂട്ട് ആംഗിൾ എടുത്തു. ഈ അക്യൂട്ട് ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്നതിന്റെ സൈഡായത്. അപ്പൊ ഇതിനെ പറയാം ഓപ്പോസിറ്റ് സൈഡ്. നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി ഈ ആംഗിളിന്റെ അടുത്ത് അല്ലെ നിയറായിട്ട് വരുന്ന സൈഡായത്, അതിനെ പറയുന്ന പേരാണ് അഡ്ജസെന്റ് സൈഡ്. ഇനി 90ക്ക് ഓപ്പോസിറ്റ് ആയി വരുന്ന എന്താന്ന് പറയാം? ഹൈപ്പോട്ടെന്യൂസ് എന്ന് പറയാം. ഓർമ്മിക്കേണ്ടത് കൺസിഡർ വൺ ഓഫ് ദ അക്യൂട്ട് ആംഗിൾ. അപ്പൊ ഈ അക്യൂട്ട് ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ എന്തായിരിക്കും? ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് BC. ഈ ആംഗിളിന്റെ അഡ്ജസെന്റ് സൈഡാണ് AB. ഇതിന്റെ ഹൈപ്പോട്ടെന്യൂസ് ആയിരിക്കും ഇത്. ഇനി നമ്മൾ ഈ ആംഗിളാ കൺസിഡർ ചെയ്യുമെങ്കിലോ, ഈ ആംഗിളാ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇതെന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഇതെന്തായിരിക്കും? അഡ്ജസെന്റ് സൈഡ് ആയിരിക്കും. എന്തിലും മാറ്റം ഉണ്ടാവില്ല? ഹൈപ്പോട്ടെന്യൂസിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഏതൊക്കെ മാറും? ഓപ്പോസിറ്റ് സൈഡും അഡ്ജസെന്റ് സൈഡും മാറും. ഏത് മാറില്ല? ഹൈപ്പോട്ടെന്യൂസ് മാറില്ല എന്ന് ഓർമ്മിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? വേണമെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി വെക്കാം. അപ്പോൾ ഇപ്പൊ നമുക്ക് സമയം ഇല്ലാണ്ട് നടത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യേണ്ടത് പറയാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ വരക്കുക. ഇൻ എനി മെഷേഴ്സ്, ഏത് മെഷർ, ഏതെങ്കിലും ഒരു മെഷർ എന്ത് റൈറ്റ് ട്രയാങ്കിൾ വരക്കുക. എന്നിട്ട് ഒരു കാൽക്കുലേറ്റർ എടുക്കുക. എന്നിട്ട് ഈ 3ന്റെ ലെങ്ത് അളക്കുക. ഏതിന്റെ? ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈ ലെങ്ത്തും അളക്കുക. ഇനി വേറൊരു റൈറ്റ് ട്രയാങ്കിൾ വരക്കുക. അതിന്റെയും ഏതെങ്കിലും ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക. അതിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസെന്റ് സൈഡും ഹൈപ്പോട്ടെന്യൂസും മെഷർ ചെയ്തിട്ട് വേണമെങ്കിൽ മൂന്നാമത് റൈറ്റ് ട്രയാങ്കിൾ വരക്കുക. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അളവിലുള്ള 3 റൈറ്റ് ട്രയാങ്കിൾ, 3ഓ 4ഓ റൈറ്റ് ട്രയാങ്കിൾ വരക്കുക. എന്നിട്ട് അതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസെന്റ് സൈഡും ഹൈപ്പോട്ടെന്യൂസിന്റെ എല്ലാം താഴ്ന്നു നോക്കും. നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ സൈഡിന്റെ ലെങ്ത്തിനാ ഈ സൈഡിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു ട്രയാങ്കിളിന്റെ ഒരു നമ്പർ. രണ്ടാമത് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടല്ലോ. എന്നാൽ ഒരു ട്രയാങ്കിൾ ഈ വലുപ്പത്തിലുള്ളതാണെങ്കിൽ ഒന്ന് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള, ഒന്ന് അതിലും കുറച്ചും കൂടി വലുപ്പത്തിലുള്ള. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ലെങ്ത്തിനെ ഈ ലെങ്ത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും ഈ ലെങ്ത്തിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും ഈ ലെങ്ത്തിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാ? അത് പ്രൊപ്പോർഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ആൻസറും ഇതിനെ ഇതുകൊണ്ട് ഈ ആംഗിൾ കൺസിഡർ ചെയ്താൽ തന്നെ ഈ ആംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതും ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതും ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റിന് പറയുന്ന പേരാണ് സൈൻ ഓഫ് എ. ഇവിടെ ഹിയർ എ ഈസ് ദ അക്യൂട്ട് ആംഗിൾ. അപ്പോ സൈൻ ഓഫ് എ അതിനെ ചുരുക്കിയിട്ട് എന്ത് പറയാം? സൈൻ എ എന്ന് പറയാം. അപ്പൊ സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ. എ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടെന്യൂസ്. അത് അവിടെ ചെയ്തത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്തു? ഹൈപ്പോട്ടെന്യൂസ്. ഇതിന്റെയും ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടെന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിന്റെയും ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടെന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ കോൺസ്റ്റന്റ് നമ്പറിന് പറയുന്ന പേരാണ് സൈൻ ഓഫ് എ. അതിനെ ചുരുക്കിയിട്ട് നമ്മൾക്ക് എന്ത് പറയാം? സൈൻ എ. എന്തുകൊണ്ടാ എ എന്ന് പറഞ്ഞാൽ ഹിയർ എ ഇസ് ദ ആംഗിൾ. അപ്പോ ഇനി ഈ ആംഗിൾ എന്താ ഉണ്ടാവുക? സൈൻ ഓഫ് എ ആണോ പറയുക? സൈൻ ഓഫ് സി എന്നാ പറയുക. അപ്പൊ സൈൻ ഓഫ് സി എന്ന് പറഞ്ഞാല് സി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്.
ഇതിന്റെ ഹൈപ്പോട്ടന്യൂസിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് ഈ ആംഗിൾ കൺസിഡർ ചെയ്തിട്ട് ഈ ലെങ്ത് ഉണ്ടാവില്ലേ നമ്മൾ മെഷർ ചെയ്ത്, ഈ ലെങ്ത്തിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതേപോലെ ഈ ട്രയാങ്കിളിലെ ഈ ലെങ്ത്തിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ട്രയാങ്കിളിലെ ഈ ലെങ്ത്തിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന ഏതൊക്കെ നമ്പേഴ്സിനെയാണ്? അഡ്ജസെന്റ് സൈഡിന് ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 ട്രയാങ്കിൾ, 4 5 ഇത്ര ട്രയാങ്കിൾ ഉണ്ടെങ്കിലില്ല. അപ്പൊ ഈ ലെങ്ത്തിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ നമ്പറും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. ഇവിടെ കിട്ടുന്ന അതേ ആൻസറാണ് ഇവിടെയും കിട്ടുക. ചെറിയൊരു വേരിയേഷൻ നമ്മൾ എടുക്കുന്നതിൽ മാറ്റം ഉണ്ടാവുന്നല്ലാണ്ട് ആ നമ്പർ എന്തായിരിക്കും? പിന്നെ ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആ നമ്പറിന് പറയുന്ന ആ ഫിക്സഡ് നമ്പറിന്റെ പേരാണ് കൊസൈൻ ഓഫ് ആംഗിൾ എ. കൊസൈൻ ഓഫ് ആംഗിൾ എ അതിന് ചുരുക്കിയിട്ട് എന്താന്ന് പറയാം? കോസ് എന്ന് പറയാം, COS. അപ്പൊ ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ആണ്. അപ്പോ കൊസൈൻ ഓഫ് ആംഗിൾ എ, അപ്പൊ ഈ പിന്നെ ആംഗിളിന്റെ കൊസൈൻ ഇതിന്റെ അഡ്ജസെന്റ് സൈഡിന് ഹൈപ്പോട്ടന്യൂസിന് ഡിവൈഡ് ചെയ്യാം. അപ്പൊ കൊസൈൻ ഓഫ് ആംഗിൾ എ കോസ് എ ഈസ് ഈക്വൽ ടു അഡ്ജസെന്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ നേരത്തെ പറഞ്ഞ സൈൻ ആണ്. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹിയർ cos A is equal to adjacent sides divided by hypotenuse. ഇനി നമ്മൾ ഇവിടെയാണ് ആംഗിൾ എടുക്കുന്നത്, ഉണ്ടാവുക cos C ആയിരിക്കും. അപ്പൊ cos C ആകുമ്പോൾ അതായിരിക്കും അഡ്ജസെന്റ് സൈഡ്. എന്തുകൊണ്ടാ? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാ, ഇത് അഡ്ജസെന്റ് സൈഡാ. അപ്പൊ cos C is equal to ഇത് ലെങ്തിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ. ഇനി മൂന്നെണ്ണം ഇപ്പം പഠിക്കാനുള്ളൂ, ബാക്കി 3 കൂടി ഉണ്ട്, നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിച്ചോളൂ. മൂന്നാമത്തത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്തിനെ അഡ്ജസെന്റ് സൈഡിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് എന്ന് പറഞ്ഞാല് ഈ ലെങ്തിനെ ഈ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിന്റെ ഓപ്പോസിറ്റ് ആയ ഇതിന്റെ അഡ്ജസെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിന്റെ ഓപ്പോസിറ്റ് ആയ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ കിട്ടുന്ന നമ്പറും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഫിക്സഡ് നമ്പർ ആയിരിക്കും. ഇവിടെ കിട്ടുന്ന അതേ ആൻസർ എവിടെയും കിട്ടും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ടാൻജന്റ് ഓഫ് ആംഗിൾ എ. ചുരുക്കി എന്താന്ന് പറയാം? ടാൻ എ എന്ന് പറയാം. അപ്പൊ ടാൻ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് സൈഡ് ഓഫ് ആംഗിൾ എ. അപ്പൊ 3 പ്രധാനപ്പെട്ടതാണ് നമ്മൾ പഠിച്ചത്: സൈൻ, കൊസൈൻ, ടാൻജന്റ്. ചുരുക്കിയിട്ട് സൈൻ, കോസ്, ടാൻ. അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് ഈസ് ഈക്വൽ ടു അഡ്ജസെന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. tan is equal to opposite side divided by adjacent side. അപ്പോ ഇവിടെയുള്ള എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആംഗിൾ. ഏത് ആംഗിൾ ആയിരിക്കും? വൺ ഓഫ് ദ അക്യൂട്ട് ആംഗിൾ. അപ്പോ ഇവിടെ ഈ പിക്ചറിൽ സൈൻ എ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്നാ? BC. അപ്പൊ സൈൻ എ ഇസ് ഈക്വൽ ടു BC ബൈ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? AC. അപ്പൊ BC ബൈ AC ഇസ് ഈക്വൽ ടു സൈൻ എ. ഇനി സൈൻ സി എന്ന് പറഞ്ഞാൽ മാറും. എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? AB ആയിരിക്കും. സൈൻ സി ഈക്വൽ ടു ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് AB ബൈ ഹൈപ്പോട്ടന്യൂസ് ഒരിക്കലും മാറില്ല, അതെന്തായിരിക്കും? AC ആയിരിക്കും. ഇനി കോസ് എ എന്ന ആംഗിളിന്റെ കോസ്. അപ്പോ ഈ ആംഗിൾ എടുക്കുമ്പോൾ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് ആയിരിക്കും ഇത്. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്നാ? AB. അപ്പൊ കോസ് എ ഈസ് ഈക്വൽ ടു AB ബൈ AC. ഇനി കോസ് സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ അഡ്ജസന്റ് സൈഡ് BC ബൈ AC. ഓക്കെ. ഇനി ടാൻ എ എന്ന് പറഞ്ഞാൽ ഹിയർ ടാൻ എ ഇസ് ദ ആംഗിൾ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് BC ബൈ AB. ഇനി ടാൻ സി പിന്നെ എന്താ പറയാ? സി എന്ന ആംഗിളിന്റെ ടാൻ സി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് AB ബൈ BC. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശരിക്കും മനസ്സിലാക്കുക. സൈൻ, കോസ്, ടാൻ. സൈൻ മീൻസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. ഓക്കെ. ഇനി അതിൽ വരുന്ന മറ്റൊരു നേരത്തെ നമ്മൾ പഠിച്ച 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഏതല്ല? 1:1:√2, 1:√3:2. അതിൽ വരുന്ന സൈനും കൊസൈനും ടാനും എന്താന്ന് നോക്കാം. അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഇത് റൈറ്റ് ട്രയാങ്കിൾ. ഇത് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇപ്പൊ 45 ആകുമ്പോൾ 1:1√2. ഇനി ഈ ഒരു ആംഗിൾ എടുത്തു.
ഈ ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിളിന്റെ സൈൻ, അപ്പൊ സൈൻ എത്രയായി? ഇത് 45. നേരത്തെ നമ്മൾ സൈൻ എ സ്ക്വയർ സി എന്നുള്ള, അപ്പോ എയോ സിയോ അതിന് പകരം ഇതിന്റെ മെഷർ കിട്ടി. സൈൻ 45, ഇതിന്റെ 45 എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്നാ എ ബിന്റെ ലെങ്ത് എത്രയാ? 1. എ ബൈ ബി സി എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് എത്രയാ? √2. അപ്പൊ സൈൻ 45 ഈക്വൽ ടു എന്തായിരിക്കും? 1/√2. ഇനി അടുത്ത് കോസ് 45. കോസ് 45 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് 1, പിന്നെ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് √2. അപ്പോൾ ഇതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡിന്റെ ലെങ്ത് ആണ് AC അല്ലെങ്കിൽ 1/√2. അപ്പൊ സൈൻ 45ഉം കോസ് 45ഉം ഈക്വൽ ആണ്. അതെല്ലാം നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി ടാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? 1. ഇതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് എത്രയാ? 1. അപ്പൊ ടാൻ 45 ഈക്വൽ 1/1. 1/1 ഈസ് ഈക്വൽ ടു 1. അപ്പൊ സൈൻ 45 കോസ് 45 ടാൻ 45. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കണ്ടില്ല. ഈ പിക്ചർ വരച്ചാല് സൈനും കോസും ടാനും അറിയാമെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. ഇപ്പൊ പുതുതായിട്ട് പഠിച്ച 3 പേരുകളാണ് സൈൻ, കോസ്, ടാൻ. ഇനി നേരത്തെ പഠിച്ച രണ്ടാമത്തെ ട്രയാങ്കിൾ ഇത് 30ഉം 60ഉം 90ഉം. 30ഉം 60ഉം 90ഉം ആകുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1:√3:2. 30ക്ക് ഓപ്പോസിറ്റ് ആയതിന്റെ √3 ടൈംസ് ആയിരിക്കും. ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഇതിന്റെ ഹാഫും ഇതിന്റെ √3 ടൈംസും. ഓക്കെ, ഇതിന്റെ സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുക? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് 1, ഹൈപ്പോട്ടന്യൂസ് 2. അപ്പോ സൈൻ 30 ഈസ് ഈക്വൽ ടു 1/2 അല്ലെങ്കിൽ 0.5 നൽകാം. ഇനി കോസ് 30 എന്ന് പറഞ്ഞാലോ ഇതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് √3 ബൈ ഹൈപ്പോട്ടന്യൂസ് 2. ക്ലിയർ ആണല്ലോ? ടാൻ 30 ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 1, ഇതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് √3. അപ്പൊ 1/√3. അപ്പൊ സൈൻ 30 ആയി, കോസ് 30 ആയി, ടാൻ 30 ആയി. ഇനി ഈ ആംഗിൾ എടുക്കാം. അപ്പൊ ഇതെന്തായിരിക്കും? സൈൻ 60. സൈൻ 60 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് √3, ഹൈപ്പോട്ടന്യൂസ് 2. അപ്പോ സൈൻ 60 √3/2. കോസ് 60 അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2. ടാൻ 60 ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് √3 ഡിവൈഡഡ് ബൈ 1. √3 ഡിവൈഡഡ് 1 എന്ന് പറഞ്ഞാൽ √3. അപ്പൊ ഇതും ബൈഹാർട്ടിന്റെ ആവശ്യമില്ല. ഈ പിക്ചർ ഓർമ്മിച്ചാൽ മതി. ഇത് ശരിക്കും ആവശ്യം ഉണ്ടാവുക, അത് ഓർമ്മിക്കുക. സൈൻ 45 കോസ് 45 ടാൻ 45 സൈൻ 30 കോസ് 30 ടാൻ 30. ഓക്കെ, ഇനി ഇതില് നമ്മൾക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഏതൊക്കെ വാല്യൂസ് നമ്മൾ കിട്ടിയിട്ടുള്ളൂ? സൈൻ 45ഉം കോസ് 45ഉം ടാൻ 45ഉം 30 കോസ് 30 ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 45ന്റെയും 60ന്റെയും 30ന്റെയും മെഷേഴ്സേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ആംഗിൾസിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാം ഉണ്ടാവൂലേ? 1 മുതൽ എത്ര വരെ ഉണ്ടാവും? 90 വരെ. എന്തുകൊണ്ടാണ് 90 വരെ വരുന്നത്? എന്തുകൊണ്ടാ? ഒരു ആംഗിൾ 90 ആയതുകൊണ്ട് ബാക്കി രണ്ടും എന്തായിരിക്കും? 90 ആയിരിക്കും. അപ്പോ 45ഉം 30ഉം 60ഉം അല്ലാത്ത വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടില്ല? ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് പരീക്ഷക്ക് തരും. അപ്പൊ ഈ ഒരു ടേബിൾ ആണിത്. പേജ് 124 ഉണ്ട്. ഇതാണ് ടേബിൾ. ഈ ടേബിൾ നിങ്ങൾ കാണാം. നോക്കൂ, ആംഗിൾസ് എന്ന് കാണാം. സൈൻ, കോസ്, ടാൻ. അപ്പൊ ആംഗിൾ ഏടുന്ന തുടങ്ങി നോക്കുക, 0 എന്ന് തുടങ്ങി ഇവിടെ 45, 46 തുടങ്ങി 90 വരെ എന്ന് പറഞ്ഞാൽ 0 to 90 വരെ ആംഗിൾസിലുണ്ട്. അതിൽ ഏതൊക്കെ വാല്യൂ നമ്മൾ പഠിച്ചത്? സൈൻ 45 നമ്മൾ എടുത്തിട്ടാന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സൈൻ 45 അല്ല, നമുക്ക് കിട്ടുന്നത് സൈൻ 30 എങ്ങനെയും നോക്കുക, 30 ഡിഗ്രി എടുക്കുക. അതിന്റെ നേരെ സൈൻ നോക്കുക, സൈനില് 30. സൈൻ 30 കിട്ടുന്നത് 0.5000 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 എന്ന് പറഞ്ഞാൽ ഹാഫ്. അപ്പൊ ഇവിടെ നോക്കി നോക്കുക, സൈൻ 30 എത്ര കിട്ടിയത്? സൈൻ 30 എന്ന് വെച്ചാൽ 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ക്ലിയർ ആയോ? ഇനി കോസ് 60 നോക്കി നോക്കുക. കോസ് 60 എങ്ങനെയാ നോക്കുക? 60 എടുക്കുക. 60 അവിടെ വരുന്നത് ഇവിടെ. അതിൽ കോസ് ഉണ്ടോ? കോസ് 60 വരുന്നത് 0.5 തന്നെയാണ്. അപ്പൊ ഇതിലും കോസ് 60 എത്ര കിട്ടിയത് നിങ്ങൾ നോക്കിയാൽ കോസ് 60 എത്ര കിട്ടിയത്? കോസ് 60 1/2. അപ്പൊ ഇതുപോലെ ബാക്കി എല്ലാ വാല്യൂ. അപ്പൊ സൈൻ 25 ആണെന്ന് പറഞ്ഞാല് 25 എടുക്കുക, അതിന്റെ സൈൻ നോക്കുക. ഇനി ടാൻ 60 ചോദിച്ചാലോ 60 ഡിഗ്രി എടുക്കുക, ടാൻ എടുക്കുക. ഇങ്ങനെയാണ് ടേബിൾ നോക്കുക. അപ്പൊ ഇതിൽ ഏതൊക്കെ വാല്യൂസ് തരാത്തത്? 45ഉം 45ഉം 30ഉം 60ഉം തരൂല. ബാക്കി നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അപ്പൊ ടേബിൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ശരി, ഇനി അടുത്ത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ.
അടുത്ത ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എന്താണെന്ന് അറിയാം, ഹാഫ് ബി എച്ച് ആണെന്നറിയാം. അപ്പം ബിയും വേണം എച്ചും വേണം. അപ്പോൾ ഇവിടെ വേറെ ട്രയാങ്കിൾ എ ബി സി. ഇതാണ് ട്രയാങ്കിൾ എ ബി സി. അതിൽ എ ബി എത്രയാന്ന് പറയുന്നുണ്ട് 8 സെന്റിമീറ്റർ, ബി സി എത്രയാന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. ആംഗിൾ ബി, ഇതാണ് ആംഗിൾ ബി, അത് 55. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഏരിയ നമ്മൾക്ക് എന്താണെന്ന് അറിയാം, ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ഇവിടുന്ന് ഇവിടത്തേക്കുള്ള പെർപെൻഡിക്കുലർ. ആ പെർപെൻഡിക്കുലർ എന്തായിരിക്കും, സി ഡി എന്ന് പേരും കൊടുത്തു. അപ്പോ എ ബി അറിയണം, സി ഡി അറിയണം. എ ബി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്, അത് കിട്ടിയിട്ടുണ്ട് 8. സി ഡി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ, ഇത് നമ്മൾക്ക് അറിയില്ല. ആ ലെങ്ത് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസിങ് ട്രിഗണോമെട്രിക് റേഷ്യോ. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോ ഏതെല്ലാണ്, സൈന്, കോസ്, ടാൻ ആണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രയാങ്കിൾ ബി ഡി സി, ഏതാ ബി ഡി സി, ബി ഡി സി ഈ ട്രയാങ്കിൾ എടുത്തു. ഈ ട്രയാങ്കിൾ ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഈ ഹൈപ്പോട്ട്ന്യൂസിന്റെ ലെങ്ത് ഉണ്ട്, ഇതൊരു 30 ആണ്, നമുക്ക് എന്ത് പറയാം, ഇതിന്റെ ഹാഫാന്ന് പറയാം അല്ലെ. ഇതൊരു 45 ആണെങ്കിൽ 6/√2 എന്ന് പറയാം. പക്ഷേ 35 45 ഒന്നല്ല, 30 45 ഒന്നല്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോ തന്നെ ഉപയോഗിക്കണം. അപ്പൊ ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഈ ട്രയാങ്കിൾ ഏത് ട്രയാങ്കിൾ ആയാലും ഒരു സൈഡിന്റെ ലെങ്ത്തും ഒരു ആംഗിളും ഉണ്ടെങ്കിൽ ബാക്കി 2 സൈഡ് കണ്ടുപിടിക്കാന്ന് ഓർമ്മിക്കേണ്ടത് പുതിയൊരു കാര്യമാണ്, ശരിക്കും ഓർമ്മിക്കുക. ഈ ട്രയാങ്കിളില് ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിക്കണമെങ്കിൽ ഒരു സൈഡും വേണം, ഒരു അക്യൂട്ട് ആംഗിളും വേണം. ഒരു സൈഡ് ആംഗിൾ ഉണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ബാക്കി 2 സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ആംഗിളും ഈ സൈഡും ഉണ്ടെങ്കിൽ ഈ 2 സൈഡ് നമ്മൾ കണ്ടുപിടിക്കാം യൂസിങ് ട്രിഗണോമെട്രിക് റേഷ്യോ. ഇപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോ ആണെങ്കിൽ എന്ത് വേണം, ഒരു അക്യൂട്ട് ആംഗിൾ ഉണ്ടാവണം. ഇവിടെ ഒരു അക്യൂട്ട് ആംഗിളിന്റെ മെഷർ എത്രയാന്ന് പറയുന്നുണ്ട്, 55 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ആംഗിളിന്റെ എന്നാ ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇതിന്റെ എന്താണ് ഹൈപ്പോട്ട്ന്യൂസ് ആയത്. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ ഒരു സൈഡ് കിട്ടുമ്പോൾ വേണം, ഒരു സൈഡ് ഇല്ലെങ്കിൽ ആ ഇല്ലാത്ത സൈഡ് കണ്ടുപിടിക്കാം. കുറച്ച് പ്രയാസം ഉണ്ടാവും ആദ്യം, പിന്നെ ക്ലിയർ ആവും. എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാ ഇത്, ഇതിന്റെ പിന്നെ ഹൈപ്പോട്ട്ന്യൂസ് സൈഡ്. അപ്പൊ ഹൈപ്പോട്ട്ന്യൂസ് സൈഡ് ഉണ്ട്, ഇതില്ല. അപ്പോൾ രണ്ടും ഇല്ലെങ്കിൽ ഒറ്റയും ഡിവൈഡ് ചെയ്താൽ കിട്ടൂല. അപ്പൊ ഒരു ലെങ്ത് വേണം. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, ഇത് ഹൈപ്പോട്ട്ന്യൂസ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈനാ നിങ്ങൾക്കറിയാം. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ എന്തായിരിക്കും, 55. അതവിടെ ഇത് സൈൻ 55 ഇസ് ഈക്വൽ ടു, ഇതാണ് സി ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് 6, സി ഡി ബൈ 6. സി ഡി ബൈ 6ലാണ് പിന്നെ സൈൻ 55. സൈൻ 55 ഇവർ നേരത്തെ പറഞ്ഞിട്ട് ടേബിളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. സൈൻ 55 എന്ന് പറഞ്ഞാൽ 0.81. അവിടെ 4 ഡെസിമൽ ഉണ്ട്. ഞാൻ എത്ര ഡെസിമലേ എടുത്തിട്ടുള്ളൂ, 2 ഡെസിമലേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ 2 ഡെസിമൽ എടുത്താൽ, അതുകൊണ്ട് ഡെസിമൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അവിടെ 4 ഡെസിമൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുത്താൽ മതി, 2 ഡെസിമൽ എടുത്താൽ മതി, 0.81. അപ്പോൾ സി ഡി ആണ് കാണേണ്ടത്, സി ഡി ആണ് ഇതിന്റെ ഹൈറ്റ്. ഇവിടെ ബൈ എന്നുള്ള ഈ 6ന് ഇപ്പുറം പോകുമ്പോൾ എന്താവും, ഇൻറ്റു ആവും. അപ്പോൾ സൈൻ 55 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു സി ഡി. സൈൻ 55 എത്രയാണ്, 81 ആണ്. അപ്പോൾ 0.81. അപ്പോൾ 0.81 ഇൻറ്റു 6, 0.81 ഇൻറ്റു 6 ഒക്കെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം, 81നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് 2 ഡെസിമൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോവാം. 81നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 486 കിട്ടും. 2 ഡെസിമൽ ഇങ്ങോട്ട് മാറ്റുമ്പോൾ 4.86. 4.86 ആയിരിക്കും സി ഡി. അപ്പോൾ ഈ സി ഡിയും കിട്ടി, ഇതും കിട്ടി. ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബി സി, എ ബി എന്ന് പറഞ്ഞാൽ 8, ഇത് 4.86. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ടൈംസ്. ഇനി 4നെ 4.86 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, പോയിന്റ് ഇല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1944. ഈ 2 ഡെസിമൽ ഇങ്ങോട്ടേക്ക് മാറ്റുക. അപ്പോൾ 19.44 സ്ക്വയർ സെന്റിമീറ്റർ ഓർ സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ആൻസർ. ഇതന്നെ വേറെ രീതിയിലും കൂടി, ഇത്രയൊന്നും ചെയ്യാത്ത രീതിയിലും ചെയ്യാം. അതാ ഏരിയ എന്ന് പറയുന്നത് ഓർമ്മിക്കുക, ഹാഫ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈൻ ഓഫ് അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡും ഒരു അക്യൂട്ട് ആംഗിളും തന്നാൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈൻ ഓഫ് അക്യൂട്ട് ആംഗിൾ. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു സൈഡ് എത്രയാന്ന് 180,
മറ്റേ സൈഡ് എത്രയാ 6. പിന്നെ ഇവിടെ അക്യൂട്ട് ആംഗിൾ ഉള്ളത് 55. അപ്പോൾ അതിന്റെ സൈൻ, അതായത് ഇത് ഹാഫ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈൻ ഓഫ് അക്യൂട്ട് ആംഗിൾ. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 6 ഇൻറ്റു സൈൻ 55. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻറ്റു 6 ഇൻറ്റു സൈൻ 25. 4 ഇൻറ്റു 6 24. 24 ഇൻറ്റു സൈൻ 55 എത്രയാ 0.81. ഇപ്പൊ 24നെ 0.81 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 24നെ 81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1944 എന്ന് കിട്ടും. 2 ഡെസിമൽ ഇങ്ങോട്ടേക്ക് മാറ്റുക, 19.44. അതിനെ എവിടെയും കിട്ടി. ഇപ്പൊ ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. പക്ഷെ ഇത് രണ്ടും സെയിം തന്നെ. എന്തുകൊണ്ടാ? ഇവിടെ നമ്മൾ 0.81 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ഇവിടെ വരുന്നുണ്ടാവും. 0.81നെ ഈ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ വരുന്ന ഇവിടെ 4 അല്ലേ, ആ 4 എവിടെയും വരും. ക്ലിയർ ആയിക്കോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു ഈസി ആണ്, സെയിം ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ഇനി അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പേജ് 109 മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. The length of two sides of the triangle are 8 cm and 10 cm. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് 10ഉം 8ഉം ആണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദം, ഏത് ആംഗിൾ ബിറ്റ്വീൻ ദം 10ന്റെയും 8ന്റെയും ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആംഗിൾ എത്രയാ 40. കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് ഏരിയ. അതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 10ഉം 8ഉം ആകുമ്പോൾ ഇതിന്റെ ഏരിയ എത്രയാ? അപ്പൊ ഇത് രണ്ട് രീതി ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഹാഫ് ഇൻറ്റു സൈഡ് സൈൻ ഓഫ് അക്യൂട്ട് ആംഗിൾ ചെയ്യാം. ഇനി ഒരു സൈഡും അവിടത്തേക്കുള്ള പെർപെൻഡിക്കുലർ കിട്ടിക്കഴിഞ്ഞാലും അത് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു AB ഇൻറ്റു H ആണ്. അപ്പൊ ഇതാണ് AB, ഇതാണ് ഹൈറ്റ്. അപ്പൊ ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സൈഡ് ഉണ്ട്, ഈ ആംഗിളും ഉണ്ട്, ഇതുമുണ്ട്. അപ്പൊ ഒന്നുണ്ട്, ഒന്നില്ല, ഒരു ആംഗിളും ഉണ്ട്. അപ്പൊ ഇതിന്റെ എന്നാ ഇത് നോക്കുക. ഈ ആംഗിളിന്റെ എന്താണ്? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് ഗിവൺ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ സൈൻ എടുത്തത്. എന്തുകൊണ്ടാണ് കോസ് എടുക്കാൻ? കോസ് എടുത്തു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈ സൈഡാണ് കിട്ടുക. നമ്മൾക്ക് ഈ സൈഡ് കിട്ടണമെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ സൈൻ 40 ഈസ് ഈക്വൽ ടു H ബൈ 8. ഈ 8നെ ഇങ്ങോട്ട് വരിക. ഇപ്പോൾ 8 ഇൻറ്റു സൈൻ 40 ഈസ് ഈക്വൽ ടു H. സൈൻ 40 എത്രയാ? 0.64 ആണ്. ഇപ്പോൾ 0.64 ഇൻറ്റു 8 വെച്ചാൽ 5.12. ഇതായിരിക്കും H കിട്ടുക. അപ്പൊ H കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം? ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒരു സൈഡ് 10 ആണ്, 5.12. അപ്പോൾ 5 ഇൻറ്റു ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 ടൈംസ് പോവും. 5 ഇൻറ്റു 5.12 എന്ന് പറഞ്ഞാൽ 25.60. ഇതായിരിക്കും ഇതിന്റെ ഏരിയ. ഇവിടെ വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? ഹാഫ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈൻ എത്രയായിരുന്നു? 55 അല്ലേ? സൈൻ 40 ഇവിടെയും ചെയ്യാം. അപ്പൊ ഹാഫ് ഇൻറ്റു സൈഡ് എത്രയാ? ഏതൊക്കെ സൈഡുള്ളത്? 10ഉം 8ഉം. 10 ഇൻറ്റു 8 ഇൻറ്റു 0.64. ഇത് ചെയ്താലും ഇത് സിംപ്ലിഫൈ ചെയ്താലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 25.60. രണ്ട് രീതിയിലും ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ബട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദം 140. ഈ രണ്ട് സൈഡും അതന്നെ, പക്ഷെ ആംഗിൾ ബിറ്റ്വീൻ ദം ഈ രണ്ടിന്റെയും ഇടയിലുള്ള ആംഗിൾ എത്രയാ? 140 ആയി. നമ്മൾ നേരത്തെ പഠിച്ച അക്യൂട്ട് ആംഗിൾ മാത്രമാണ്. ഇവിടെ തന്ന എത്രയാ? ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ തന്നാൽ ഇതിന്റെ സൈഡ് ഇതിന്റെ ഏരിയ എന്തായിരിക്കുന്ന ചോദ്യം. അപ്പൊ ഒബ്റ്റ്യൂസ് ആംഗിൾ ആകുമ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു ട്രയാംഗിൾ എങ്ങനെ വരച്ചു? ഇത് 10, ഇത് 8, ഇത് 140. ഏരിയ ഓഫ് ദ ട്രയാംഗിൾ നമ്മൾ എന്താണെന്നാ പഠിച്ചത്? ഹാഫ് ഇൻറ്റു B ഇൻറ്റു H ആണ്. അപ്പോൾ ഇതായിരിക്കും ഒരു സൈഡ്. H എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വേർട്ടെക്സ് ഇവിടത്തേക്കുള്ള ലെങ്താണ്. പെർപെൻഡിക്കുലർ ഇവിടുന്ന് ഇവിടത്തേക്ക് പെർപെൻഡിക്കുലർ ഇങ്ങനെ വരക്കാൻ പറ്റുമോ? അപ്പോൾ പെർപെൻഡിക്കുലർ ലെങ്ത് എന്തായിരിക്കും? നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുക ഈ സൈഡിലേക്ക്. ഇവിടത്തേക്കുള്ള പെർപെൻഡിക്കുലർ ലെങ്ത് വെച്ചാൽ ഇതായിരിക്കും, ഇത് 90 ആയിരിക്കും. ഇതാണ് ആദ്യമുള്ള ട്രയാങ്കിൾ. ഇവിടെയാണ് പെർപെൻഡിക്കുലർ. ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് കിട്ടണം. അതിനുവേണ്ടി ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി വരും. ഇത് H ആയിരിക്കും. അപ്പോൾ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു. മനസ്സിലാക്കണേ, ഇതാണ് ആദ്യമുള്ള ട്രയാങ്കിൾ. ഇത് ഇവിടെ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞിട്ട് ഇത് ജോയിൻ ചെയ്താൽ എന്താണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് വരിക. അപ്പോ ഈ ലെങ്ത് ആയിരിക്കും H. ഇത് 140 ആണ്. ഇത് 140 ആകുമ്പോൾ ഇത് രണ്ടും കൂടിയ ലീനിയർ പെയർ. അപ്പൊ ഇതെന്തായിരിക്കും? 40.
140 കിട്ടാത്തതുകൊണ്ട് എച്ച് കണ്ടുപിടിക്കണ ചെയ്യുന്നത്. 140, അപ്പൊ ഇത് 40, 140 40 180. അപ്പൊ ഇത് 40 എന്ന് കിട്ടി. ഹൈപ്പോട്ട്ന്യൂസ് എത്രയാ? 8. നമ്മൾക്ക് ഈ ലെങ്താ കണ്ടുപിടിക്കേണ്ടത്. ഈ ലെങ്ത് കാണാൻ ഈ ആംഗിളിന്റെ എന്തായിരിക്കും? ഇത് ഓപ്പോസിറ്റ് സൈഡ്. ഇത് എന്തായിരിക്കും? ഹൈപ്പോട്ട്ന്യൂസ്. അതായത് എഴുതിയത് sin 40. sin 40 is equal to h/8. ഈ 8 ഇപ്പുറം വരുമ്പോൾ ഇൻറ്റു 8 ഇൻറ്റു sin 40 is equal to h. sin 40 0.64 ആണ്. അപ്പോൾ 8 ഇൻറ്റു 64 is equal to h. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 5.12. h കിട്ടി 5.12. ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സൈഡും ഈ പെർപെൻഡിക്കുലർ. ഈ സൈഡ് എത്രയാ? 10. ഈ ഹൈറ്റ് എത്രയാ? 5.12. ഇത് ഡിവൈഡ് ചെയ്താൽ കിട്ടുക സെയിം ആൻസർ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത് നോക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഓക്കെ, ഈ കുറച്ച് ഹോംവർക്ക് നമുക്ക് രാത്രി തരാം.